തിരൂരിലെ പ്രമുഖ വ്യവസായിയായുള്ള കൂട്ടായി പ്രദേശവാസി കൂടിയായിട്ടുള്ള ശ്രീ ഫിറോസ് മുജാഹിർ സാറിൻ്റെ മകളുടെ വിവാഹമാണ് ഇന്ന് യാദൃച്ഛികമായിട്ട് കൂട്ടായി ഭാഗത്തേക്ക് പോകുന്നതിനിടയിൽ ഒരു വിശേഷം നടക്കുന്നതായി അറിഞ്ഞ് ഫുഡ് വ്ലോഗ് തയ്യാറാക്കാൻ പോയതാണ് ഞാൻ. ഇതിനായി ആദ്യം തന്നെ ബ്രൈഡ് ആയിട്ടുള്ള ഫാബിഹയുടെ ബ്രദറായിട്ടുള്ള നിദാൽ സാറിൻ്റെ പെർമിഷൻ വാങ്ങിയ ശേഷമാണ് ഈ ഒരു വ്ലോഗ് എടുത്തത്. ഇതിനു മുൻപായി വിവാഹിതരാവാൻ പോകുന്ന ഫാബിഹ ആൻഡ് മിർസ അവർക്ക് വലിയൊരു മംഗളാശംസ നേരുന്നു. ഒരു 10,000 വർഷം തന്നെ അവർ സന്തോഷത്തോടെ ജീവിക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്നത്തെ ഫുഡ് കൈകാര്യം ചെയ്യുന്നത് ബദറുദ്ദീനിക്കയാണ്. അപ്പോൾ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, ഇത്രയും കാലം അദ്ദേഹത്തിൻ്റെ ഫീൽഡിലെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കാം. ബദറുദ്ദീനിക്ക എത്ര കാലമായി ഈ ഒരു ജോലി തുടങ്ങിയിട്ട്? 21 വർഷമായി. ആദ്യമായിട്ട് ഈ ഫീൽഡിലേക്ക് വരുന്നത് ഏത് സമയത്താണ്? ഹോട്ടൽ ഫീൽഡിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഓ ശരി. എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം അതായിരുന്നു, എങ്ങനെ ഹോട്ടൽ ജീവിതമാവണം എന്നുള്ള. ഓക്കെ. ഇപ്പോൾ ഹോട്ടല് ക്ലാസ് കഴിഞ്ഞ ഉടൻ തന്നെ എന്നെ വലിയൊരു റിപ്പയർ കമ്പനി ബെൻസ് വണ്ടിന്റെ ഒരു ഷോറൂമിലാണ്, റിപ്പയറിംഗ് ഷോറൂമിൽ എന്നെ കൊണ്ടാക്കി മാമന്മാർ. അവിടുന്ന് അങ്ങോട്ട് എനിക്ക് അതിനോട് ഇത് പോരാത്തത് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്, എന്തെന്ന് എനിക്കത് പറ്റൂല എന്നുള്ള തോന്നുന്നുണ്ട്. മേസറിന്റെ ഒക്കെ എനിക്ക് വേദന വരെ സഹിച്ചിട്ട്. അപ്പൊ നമ്മുടെ പാഷൻ ഈ ഫുഡിലായിരുന്നു എന്നുള്ളതാണ് അല്ലേ? എന്റെ മനസ്സെപ്പോഴും ഈ ഫുഡിലായിരുന്നു. ഓക്കെ. അപ്പൊ ഏത് 10ാം ക്ലാസ് കഴിഞ്ഞ് അങ്ങനെ ആ ഒരു വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്തു. അതിനുശേഷം ഏത് കാലഘട്ടത്തിലാണ് ഈ ഫുഡിലേക്ക് നമ്മൾ തിരിഞ്ഞത്? 1981. അതിനുശേഷം ഇത്രയും കാലമായിട്ട് ഈ ഒരു മേഖലയിൽ തന്നെയാണ്. ഓക്കെ, കുക്ക് തന്നെയാണ്. ഓക്കെ, സന്തോഷം. ഓക്കെ. അപ്പോൾ ഫാമിലി ഒക്കെ എങ്ങനെയാണ്? ആരൊക്കെയാണ് വീട്ടിലുള്ളത്? ഓക്കെ. ഇന്നിപ്പോ ഈ ഒരു കല്യാണത്തിന് നമ്മൾ എത്ര പേർക്കുള്ള ഫുഡാണ് നമ്മൾ കരുതിയിട്ടുള്ളത്? 3500 പേർക്കുള്ളത്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. അപ്പൊ എന്തായാലും ബദറുദ്ദീനിക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ നമ്മൾ വലിയ ഒരു സന്തോഷമാണ്. അപ്പൊ ഇന്നിപ്പോ നടക്കുന്ന കല്യാണത്തിൽ ഈ പ്രധാനപ്പെട്ട കുക്കായിട്ട് നമ്മളെ ചീഫ് ഷെഫായിട്ട് വർക്ക് ചെയ്യുന്ന ബദറുദ്ദീനിക്കയാണ്. ബദറുദ്ദീനിക്ക് പരിചയപ്പെടാൻ സാധിച്ച വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു 10 മിനിറ്റ് നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഒരു മനസ്സിന് നന്ദി. കൂടാതെ തന്നെ ഇവിടെ അദ്ദേഹം പറഞ്ഞ പ്രകാരം 3500 പേർക്കുള്ള ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. ഏകദേശം 3250 നോൺ വിഭവങ്ങളും 250 സദ്യ വിഭവങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. MK കാറ്ററിംഗ് എന്ന സ്ഥാപനമാണ് ബദറുദ്ദീനിക്ക നടത്തി വരുന്നത്. ഹംസത്താണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റാഫ്. അദ്ദേഹമാണ് നമുക്ക് ഭക്ഷണമെല്ലാം തുറന്നു കാണിക്കുന്നത്. ഇത് ചിക്കൻ കൊണ്ടാട്ടമാണ്, ബിരിയാണി, കൂടാതെ തന്നെ ചിക്കൻ കൊണ്ടാട്ടം. ആയിക്കോട്ടെ. എന്താ പേര്? റൈസ് എന്നിവ അടങ്ങുന്ന ഹംസത്ത്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. കലവറയിലെ തമാശകളും ഭക്ഷണത്തിൻ്റെ വിശേഷങ്ങളും മറ്റ് സീരിയസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും നമ്മൾ ബദറുദ്ദീനിക്കിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിൽ നിന്നും മനസ്സിലാക്കി. ഇനി ഭക്ഷണം കഴിക്കുന്ന ഹാള് പോവുകയാണ്. നമുക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഏകദേശം 4-5 കൗണ്ടേഴ്സാണുള്ളത്. എനിക്ക് തോന്നുന്നു മൊത്തം 6 ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഓരോ കൗണ്ടേഴ്സിന് ചുറ്റും സീറ്റുകളും മേശകളും മുകളിൽ പ്ലേറ്റും ഗ്ലാസും വെള്ളം അടങ്ങുന്ന ബോട്ടിലുകളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ വൃത്തിയായി തന്നെ ടേബിളിന് മുകളിൽ മാറ്റെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ വേസ്റ്റ് വന്നാൽ തന്നെ അവർക്ക് വളരെ ഈസിയായിട്ട് മടക്കി നമ്മുടെ ഡസ്റ്റ്ബിന്നുകളിൽ നിക്ഷേപിക്കാവുന്ന രീതിയിൽ തന്നെ ഡസ്റ്റ്ബിന്നുകളും അതിനുള്ളിൽ കവറുകളും വളരെ ഹൈജീനിക് ആയിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പരിചയസമ്പന്നരായിട്ടുള്ള കാറ്ററിംഗ് ബോയ്സ് തന്നെയാണ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത്, നമുക്ക് വീഡിയോ നഷ്ടം വന്നതുകൊണ്ടാണ്. ഒരുപാട് സ്റ്റാഫിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, അതെല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ നമ്മൾ 1-2 പേരുടെ പേരുകൾ ഓർമ്മിക്കുന്നത് ശ്രീ മിഥിലാജ്, ശ്രീ ഷാദിലി. കാറ്ററിങ്ങിലുള്ള എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ നമുക്ക് ഈ വിഭവങ്ങളെല്ലാം തുറന്ന് കാണിക്കാനായിട്ട് ഒരു കാറ്ററിംഗ് ബോയ് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊള്ളുന്നു. അദ്ദേഹം ഇതെല്ലാം തുറന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ബിരിയാണി മസാല, കുട്ടൻ ബിരിയാണി പോലെയുള്ള വിഭവങ്ങൾ എല്ലാം നമുക്ക് കാണിച്ചു തന്നു. ബിരിയാണി റൈസാണിത്. പ്രഷർ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് ഹൈദരാബാദി ബിരിയാണി. നല്ല ഹൈജീനിക്കായിട്ട് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ കൊണ്ടാട്ടമാണിത്. മറ്റ് ഡെസേർട്ട് ഐറ്റംസും അവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. MK കാറ്ററിങ്ങിനും മറ്റെല്ലാ സ്റ്റാഫിനും വിവാഹിതരാവാൻ പോകുന്ന ഫാബിഹ മിർസ നവദമ്പതികളുടെ രക്ഷിതാക്കൾക്കും നവദമ്പതികൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.
താങ്ക് യു ഓൾ ദി ബെസ്റ്റ്.